നിൽക്കട്ടെ. കയ്യൂക്കിന്റെ ബലത്തിലാണ് മുന്നോട്ട് പോകാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഞങ്ങൾക്കൊരാളോടൊന്ന് സംസാരിക്കണം. ആരോ ഒരുത്തൻ നിന്റെയൊക്കെ പിന്നിലുണ്ടെന്ന് ഊഹിച്ചിരുന്നു. എവിടെയാവൻ? വിളിക്കാലോ, പക്ഷെ ആ വിശ്വരൂപം കണ്ട് ഞെട്ടരുത്. അതേതാടാ ആ അവതാരം? അവതാരപ്പിറവികളുടെ മുഴുവൻ രൗദ്രഭാവം ആവാഹിച്ച ഈ മൂർത്തിക്ക് ഇപ്പൊ പേര് നരസിംഹ എന്നാണ്. കാണ്. പവിത്ര, ഒരു മകന്റെ ധർമ്മമാണ് അച്ഛന് യഥാവിധി അന്ത്യകർമ്മങ്ങൾ ചെയ്യുക എന്നത്. പക്ഷെ മണപ്പള്ളി മാധവൻ നമ്പ്യാർ എന്ന മഹാപാപിയും സർവോപരി നാറിയുമായിരുന്ന നിന്റെ തന്തയുടെ എല്ലിൻ പൊടിയും മാംസം കത്തിയ ചാരവും പവിത്രയായ ഈ നദിയിൽ വീഴരുത്. അത് കളങ്കപ്പെട്ടു പോവും. ഒരു പിടി പുണ്യാത്മാക്കളുടെ ശേഷക്രിയ ഏറ്റുവാങ്ങിയ ഈ മണൽത്തിട്ട മാധവൻ നമ്പ്യാർക്ക് ഇനി ജന്മങ്ങൾ പലത് ജനിച്ച് മരിച്ചാലും തീണ്ടാപ്പാടകലെയാണ്. അതുകൊണ്ട് പോയി വീടിന്റെ കന്നിക്കോണിലുള്ള തെങ്ങിന് തടം വെട്ടി ഈ ചരതിലിട്ട് മൂട്. പോടാ, പോ മോനെ ദിനേശ. നീ പകപോക്കുകയാണല്ലേടാ. ചത്ത് ദഹിച്ച് തീർന്നു പോയതിനോട് പകയല്ല, അറപ്പാണ് എനിക്ക്. എൻ്റെ ജീവിതം, നിരപരാധിയായ എൻ്റെ ജീവിതം, അതിലെ വെളിച്ചം തല്ലിക്കെടുത്തി 6 വർഷം സെൻട്രൽ ജയിലിലെ ഇരുട്ടിലേക്ക് നിസ്സാരമായി എന്നെ വലിച്ചെറിഞ്ഞ നിന്റെ തന്തയെ നെഞ്ച് കീറി പൊളിച്ച് ചോര കുടിക്കുന്ന ഒരു സ്വപ്നം എനിക്കുണ്ടായിരുന്നു. 6 വർഷം എന്നെ ജീവിക്കാൻ പ്രേരിപ്പിച്ച സ്വപ്നം. പക്ഷെ കാലം അയാളെ ഈ മൺകുടത്തിലാക്കി എൻ്റെ മുന്നിൽ കൊണ്ടുവന്ന് വെച്ചു. പുറം കാലുയർത്തി തൊഴിച്ച് തെറിപ്പിക്കും ഞാനത്. അതിനു മുമ്പ് നീ പോ. പവിത്ര, ഇന്ദുചൂടൻ ഇന്നൊരു വ്യക്തിയല്ല, നീ കണ്ടോ? നിനക്ക് ജയിക്കാനാവില്ല. ശേഷക്രിയ ചെയ്യാൻ വന്നവർക്കെല്ലാം കൂടെ കൂട്ടക്രിയ നടത്തും അവർ. ഞാൻ തിരിച്ചു പോകുന്നു. ഈ മൺകുടം തിരികെടാത്തൊരു വിളക്കിന് മുൻപിൽ ഞാൻ സൂക്ഷിക്കും. നിനക്കുമുണ്ടല്ലോ ജന്മം തന്നൊരാൾ. മരണം ഒരു നാൾ അയാൾക്കും സംഭവിക്കും. അന്ന് ഈ മണപ്പുറത്ത് നീ ബലിയിടാനായിരിക്കുമ്പോ ഞാനുണ്ടാവും. ഈ മൺകുടത്തിൽ അവശേഷിക്കുന്നത് ഇതേ പുഴയിൽ ഒഴുക്കാൻ. മോനെ ദിനേശ, അതിമോഹമാണ് അതിമോഹം. എൻ്റെ അച്ഛൻ്റെ ചിത കത്തുന്ന കാലം വരെ നിനക്കായുസുണ്ടാകും എന്ന മോഹം. അത് തെറ്റായിരുന്നു എന്ന് ബോധ്യപ്പെടുമ്പോൾ നീ വാ. അച്ഛൻ്റെ കാൽവരലിലെ 2 or 3 നഖം വെട്ടിത്തരാൻ ഞാൻ കൊണ്ടുപോയി ചന്ദനമുട്ടിയിൽ വെച്ച് കത്തിച്ച് ആശ തീർക്കാം. നിനക്ക് ആശ തീർക്കാം. 6 വർഷത്തെ ഇടവേള കഴിഞ്ഞ് ഇന്ദുചൂടൻ വന്നിരിക്കുന്നു. പുതിയ കളികൾ കാണാനും ചിലത് കാണിച്ച് പഠിപ്പിക്കാനും. നീ പോടാ മോനെ ദിനേശ.